നമസ്കാരം. റഷ്യയും യുക്രൈനും അതുപോലെ ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ അറ്റൻഷൻ മുഴുവനും ഈ രണ്ട് രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്ക ഇസ്രയേലിനെ സൈനികമായി ഒരു ഭാഗത്ത് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്ക സൈനികമായി യുക്രൈനെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പടക്കപ്പലുകളും മിലിറ്ററിയും ഈ രണ്ട് രാജ്യങ്ങളെയും സഹായിക്കുവാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൈനയുടെ നിരന്തര സൈനിക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന തായ്വാനെ സൈനികമായി സഹായിക്കാൻ അമേരിക്കക്ക് ഇപ്പോൾ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോൾ കൂടുതൽ അഗ്രസീവായി തായ്വാനെതിരെ പെരുമാറുന്നതും തായ്വാൻ്റെ എയർ സ്പേസിലേക്ക് നിരന്തരമായി ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ അയച്ചുകൊണ്ടിരിക്കുന്നതും. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ചൈന തായ്വാനെ ബലമായി പിടിച്ചടക്കാനുള്ള സൈനിക നടപടികൾ നടത്തുമെന്ന് തന്നെയാണ് അമേരിക്കയും ജപ്പാനും അതുപോലെ ലോകരാജ്യങ്ങളും എല്ലായ്പ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. തായ്വാനെ ബലമായി പിടിച്ചെടുത്ത് ചൈനയോട് ചേർക്കാൻ ചൈനക്കായാൽ അത് സൗത്ത് ചൈന സീയിൽ ലോകരാജ്യങ്ങളുടെ ഫ്രീഡം ഓഫ് നാവിഗേഷന് വലിയ വിലങ്ങുതടി സൃഷ്ടിക്കും എന്ന് മാത്രമല്ല, അത് ജപ്പാന് വലിയ സൈനിക ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും അടക്കമുള്ള ലോകരാജ്യങ്ങൾ തായ്വാനെ ബലമായി പിടിച്ചടക്കുവാൻ ചൈനയെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ചൈനയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും തായ്വാനും അതുപോലെ ലോകരാജ്യങ്ങൾക്കും രക്ഷ വേണമെങ്കിൽ ചൈനയ്ക്കെതിരെ ക്വാഡ് പോലുള്ള പല സൈനിക സഖ്യങ്ങൾ ഉണ്ടായേ തീരൂ. അമേരിക്ക ഇതിനോടകം തന്നെ അക്കൂസ് എന്ന മിലിറ്ററി സഖ്യം ചൈനയ്ക്കെതിരെ ഫോം ചെയ്തിരിക്കുകയാണ്. അക്കൂസിലെ അംഗങ്ങളാണ് ഓസ്ട്രേലിയയും യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ അമേരിക്കയും. അതുകൂടാതെ ചൈനയെ ഫലപ്രദമായി കൗണ്ടർ ചെയ്യുവാൻ വേണ്ടി സ്ക്വാഡ് എന്ന മിലിറ്ററി അലയൻസും അമേരിക്ക ചൈനയ്ക്കെതിരെ ഫോം ചെയ്തിരിക്കുകയാണ്. സ്ക്വാഡിലെ അംഗങ്ങളാണ് അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും അതുപോലെ ഫിലിപ്പൈൻസും. ഇൻഡോ പസഫിക്കിലെയും അതുപോലെ സൗത്ത് ചൈന സീയിലെയും പല രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ചൈനയെ കൗണ്ടർ ചെയ്യാൻ പല മിലിറ്ററി സഖ്യങ്ങളാണ് അമേരിക്ക രൂപം കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണെങ്കിലും ചൈന എപ്പോഴാണ് തായ്വാനെ ബലമായി പിടിച്ചടക്കുക എന്ന് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധവും അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധവും പെട്ടെന്ന് തന്നെ തീരേണ്ടത് അമേരിക്കയുടെ ആവശ്യമായി വന്നിരിക്കുന്നത്. എന്നാൽ മാത്രമേ അമേരിക്കൻ മിലിറ്ററിക്കും അവരുടെ നാവികസേനക്കും തായ്വാനെ ചൈനയിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി സൗത്ത് ചൈന സീയിലും അതുപോലെ ഇൻഡോ പസഫിക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ.